പരിശുദ്ധ അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട കൃപാസനത്തിൽ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി ആദ്യം തന്നെ പറയുന്നു. എൻ്റെ പേര് ആൻമരിയ ബൈജു. ഞാൻ കോതമംഗലം രൂപത നെടിയകാട് ഇടവകാംഗമാണ്. ഞാൻ മാർച്ച് 11, 2025 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 2024 +2 കഴിഞ്ഞ് എന്ത് കോഴ്സ് പഠിക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് എൻ്റെ പപ്പയും അമ്മയും പറഞ്ഞ് ജർമ്മൻ പഠിക്കാമെന്നൊരു തീരുമാനം വന്നത്. പക്ഷേ എന്നാലും എനിക്കിത് പഠിക്കാൻ പറ്റുമോയെന്ന് എനിക്കത്ര ഉറപ്പൊന്നുമില്ലായിരുന്നു. കാരണം ഞാൻ ലാംഗ്വേജിൽ എനിക്ക് അത്ര മാർക്ക് സ്കോർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഈശോയുടെ മാതാവിനോട് ചോദിച്ചിട്ട് ഇത് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈശോയുടെ മാതാവിനോടും പറഞ്ഞു, ഒരാഴ്ചയോളം ഞാൻ ഈശോയുടെ മാതാവിനോടും പറഞ്ഞ് ഈശോയ്ക്ക് മാതാവിന് ഇഷ്ടമാണെങ്കിൽ മാത്രം എനിക്ക് ഈ കോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അഡ്മിഷൻ കിട്ടിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. എനിക്ക് പോസിറ്റീവായിട്ടാണ് മാതാവും ഈശോയും എന്നോട് പറഞ്ഞത്, പഠിക്കാൻ പറ്റും എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഏപ്രിൽ 2024 ഏപ്രിൽ 15 പഠിക്കാൻ ആരംഭിച്ചു. A1 A2 ഒന്നും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാം വലിയ കുഴപ്പമില്ലാതെ പോയി. എക്സാമിനൊക്കെ ആണെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്തുന്ന എക്സാമിന് പാസ്സായി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ B1 B2 ആയപ്പോൾ കുറച്ച് ടഫായി തുടങ്ങി. ഞാൻ തന്നെ പഠിച്ചിട്ടും എനിക്ക് പഠിക്കാൻ പറ്റാതെയായി. അങ്ങനെ B1 ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്തിയ എക്സാമിൽ റീഡിങ്ങിന് ഞാൻ 2 തവണ തോറ്റു. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയി. അങ്ങനെ ഞാൻ ഒന്നും കൂടി എഴുതി. 3ാമത്തെ തവണയാണ് എനിക്ക് കിട്ടിയത്. അപ്പോഴാണ് ഞാനപ്പോഴത്തേക്കും B2 എത്താറായിരുന്നു. ഞാൻ B2 എത്തിയപ്പോഴാണ് എൻ്റെ കൂട്ടുകാരി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത കാര്യം ഞങ്ങളോട് ക്ലാസ്സിൽ വന്ന് ഷെയർ ചെയ്യുന്നത്. അവൾ വഴിയാണ് കൃപാസനത്തെ പറ്റി കൂടുതൽ അറിയാനും മാതാവിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും സാധിച്ചത്. അവൾ ക്ലാസ്സിൽ വന്നിട്ട് അവൾക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച സുഗന്ധാഭിഷേകവും മാതാവിനെ അവൾക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റിയ കാര്യമൊക്കെ ക്ലാസ്സിൽ ഞങ്ങളോട് എല്ലാവരോടും വന്ന് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. അവൾക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അവൾക്ക് മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കതങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവൾ എന്നോട് പറഞ്ഞു, എടി നിനക്ക് ജർമ്മൻ പാടാണെങ്കിൽ നീ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്ക്, നിനക്ക് പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവളാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചത്. പക്ഷേ ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പം ഞാൻ വിചാരിച്ചില്ല ഇവിടെ ഇങ്ങനെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന്. ഞാനങ്ങനെ മാർച്ച് 11 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് 2025 മാർച്ച് 11 ഉടമ്പടി എടുത്തത്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ B2 കഴിയാറായി. ഞങ്ങളുടെ അവസാനത്തെ എക്സാമും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഗോയിത്തയിൽ എനിക്ക് എല്ലാവരും തന്നെ ഡേറ്റ് എടുത്ത് തുടങ്ങി. ഓരോരുത്തരായിട്ട് സ്ലോട്ടൊക്കെ എടുക്കാൻ തുടങ്ങി. കേരളത്തിൽ തന്നെ എഴുതണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. പുറത്തേക്കൊക്കെ പോയി എഴുതാനുള്ള ഒരു സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു എല്ലാവർക്കും തന്നെ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ തന്നെ പോയി എഴുതാനൊക്കെയായിരുന്നു പ്ലാൻ. എല്ലാവരും തന്നെ ഏജൻറ്റ് കൂടാതെ തന്നെ സ്ലോട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എടുക്കുമ്പോൾ എനിക്ക് മാത്രം കിട്ടുന്നില്ല. എൻ്റെ ക്ലാസ്സിലുള്ള ഓരോരുത്തരായിട്ട് ഡേറ്റ് എടുത്ത് തുടങ്ങി. എൻ്റെ ബാച്ചിലുള്ളവർ എടുത്തു, ഞാൻ മാത്രം എടുത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ 2 തവണ ശ്രമിച്ചിട്ടും എനിക്ക് മെയിലിന് റിപ്ലൈ ഒന്നും വന്നില്ല. അങ്ങനെ മാതാവിനോട് പറഞ്ഞു, എന്താ മാതാവ് എനിക്ക് കിട്ടാത്തത്? ഞാൻ ഓരോ കാര്യം വരുമ്പോഴും മാതാവിനോട് പറയും, മാതാവ് എന്താ എനിക്ക് കിട്ടാത്തത്? പക്ഷേ ഒരുപാട് താമസിയാതെ തന്നെ മാതാവ് എനിക്കൊരു ഉത്തരം തരും. അങ്ങനെ കേരളത്തിൻ്റെ അകത്തെ സ്ലോട്ടൊക്കെ ഏകദേശം തീർന്നു എന്ന് ഏജൻറ്റ് പറഞ്ഞു. അപ്പോൾ ഏജൻറ്റ് പറഞ്ഞു, കേരളത്തിന് പുറത്തേക്ക് സ്ലോട്ടുകൾ അവൈലബിൾ ആണ്, നമുക്ക് അങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ വന്നൊരു ചിന്തയാണ് ബാംഗ്ലൂരിലേക്ക് എടുത്താലോ എന്നുള്ളത്. പക്ഷേ ബാംഗ്ലൂർ ഞങ്ങൾക്ക് അങ്ങനെ പോകാനൊന്നും അറിയില്ല. പക്ഷേ ആ സമയം തന്നെ ഞങ്ങളെ കൊണ്ടുപോകാനും എല്ലാത്തിനും ഞങ്ങൾക്ക് എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോൻ റെഡിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോയി ബാംഗ്ലൂരിൽ എക്സാം എഴുതാൻ പോയി. റീഡിങ്ങും ലിസണിങ്ങും ആണ് ആദ്യം എടുത്തത്. റീഡിങ്ങും ലിസണിങ്ങും ആദ്യം എല്ലാവരും എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ റീഡിങ്ങും ലിസണിങ്ങും എടുത്തു. പഠിച്ചതൊക്കെ അത്യാവശ്യം ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് എക്സാം ഹാളിൽ കയറി ഞാൻ ഉപ്പിട്ട് തൈലം തേച്ചാണ് കയറി എക്സാം ഹാളിൽ ഇരുന്നത്. ആദ്യം ഞങ്ങൾക്ക് റീഡിംഗ് ആയിരുന്നു. റീഡിങ് പഠിച്ച പോലെ തന്നെ വന്നു. വലിയ കുഴപ്പമില്ലാതെ നന്നായിട്ട് തന്നെ എനിക്ക് എഴുതാൻ പറ്റി. എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, ഇത് എനിക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയി. അത് കഴിഞ്ഞ് ലിസണിങ് ആയിരുന്നു. ലിസണിങ് പക്ഷേ പെട്ടെന്ന് എന്താണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് ഞാൻ മൊത്തത്തിൽ അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി.
എന്താ എഴുതണ്ടേന്ന് എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ പഠിച്ചത് മൊത്തം മറന്നുപോയൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ എഴുതണ്ടേന്ന് അറിയില്ലാത്തൊരവസ്ഥയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതെനിക്ക് കിട്ടുമോയെന്നറിയില്ല, എന്നാലും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാൻ രണ്ടും കൽപ്പിച്ച് കേട്ടതൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഓരോരോ ഓപ്ഷൻ ഇങ്ങനെ ടിക്കിട്ടുകൊണ്ടിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ഇത് കിട്ടില്ല. കാരണം ഞാൻ പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയെ വന്നില്ല, ഞാൻ എന്താ എഴുതിയെന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇറങ്ങി വന്നപ്പോൾ പപ്പയോടും അമ്മയോടും പറഞ്ഞു എനിക്ക് റീഡിങ് കിട്ടുമായിരിക്കും, ലിസണിങ് എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിസൾട്ട് 4 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ റീഡിങ്ങിന് ഞാൻ പാസ്സായി. ഹ്യോറിന് ലിസണിങ്ങിന് ഞാൻ തോറ്റുപോയി. അങ്ങനെ ഇരുന്നപ്പം പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും മാതാവിനോട് പറഞ്ഞുള്ളൂ, ബാംഗ്ലൂർ വരെ പോയിട്ട് രണ്ടും തോറ്റു വരാൻ പാടില്ല, മാതാവ് എനിക്ക് ഒരെണ്ണമെങ്കിലും തരണം എന്ന് പറഞ്ഞു. ഒരെണ്ണം കിട്ടിയ സന്തോഷത്തിൽ ഞാൻ മാതാവിനോട് പരാതിപ്പെടാൻ പോയില്ല. ഒരെണ്ണമെങ്കിലും ദൈവം തന്നല്ലോ എന്നുള്ള സന്തോഷത്തിലിരുന്നു. പക്ഷേ ഞാൻ പള്ളിക്കോറിൽ പാട്ട് പാടുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ ഞാനൊരു പിറ്റേ ദിവസം ഞാൻ കുർബാനയിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു മെയിൽ വന്നു. ആ മെയിൽ എന്തായിരുന്നു എനിക്കപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ കുർബാനയുടെ ഇടയ്ക്കായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ നോക്കിയപ്പോഴാണ് അറിയുന്നത് നിങ്ങൾക്ക് ലിസണിങ്ങിന് വന്ന റിസൾട്ട് അത് ഫൈനൽ റിസൾട്ട് അല്ല, അത് റീവാലുവേഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ഒന്നുകൂടി വെയിറ്റ് ചെയ്യണം, അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് മെയിൽ വരുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി കുർബാനയുടെ സമയത്താണ് ഇത് വന്നത്. അത് വായിച്ച അടുത്ത മെയിലെന്ന് പറയുന്നത് കൺഗ്രാജുലേഷൻസ്, യു ഹാവ് സക്സസ്ഫുള്ളി പാസ് ദ എക്സാം എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഗോയിത്തയുടെ ഒരു ചരിത്രത്തിൽ ഇങ്ങനെ റിസൾട്ട് വന്നതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അന്ന് എക്സാം എഴുതിയ എല്ലാവർക്കും ലിസണിങ്ങിന് മാത്രം റിസൾട്ട് വന്നു. അങ്ങനെ 40 മാർക്കായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ തോറ്റുപോയത് എനിക്ക് 40 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ, 60 മാർക്ക് വേണം ജയിക്കാൻ. അങ്ങനെ 63 മാർക്ക് കിട്ടി. ഞാൻ ലിസണിങ്ങിൽ ജയിച്ചു. ഞാൻ തോറ്റുപോയതാണ് പിന്നെ എൻ്റെ മാതാവിനെ ജയിപ്പിച്ചു. കാരണം എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ മെറിറ്റ് ആയിരുന്നു 40 മാർക്ക്, പക്ഷെ ഗോഡ്സ് ഗ്രേസ് എന്ന് പറയുന്നത് 23 മാർക്ക്. അതെനിക്ക് മാതാവ് കൂട്ടിത്തന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കൃപാസനത്തിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വെളിപ്പെട്ട ആദ്യത്തെ അത്ഭുതമായിരുന്നു ഇത്. അങ്ങനെ ഞാൻ തോറ്റുപോയ ലിസണിങ്ങിന് ഞാൻ വീണ്ടും ജയിച്ചു. 63 മാർക്കിട്ട് ഞാൻ ജയിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമായി. എന്തുണ്ടെങ്കിലും മാതാവിനോട് പറയാം, നടക്കും എന്നുള്ളൊരു വിശ്വാസമായി. അതിനുശേഷം ഞാൻ സ്പീക്കിങ്ങും റൈറ്റിങ്ങും എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ് എടുത്തത്. ട്രിവാൻഡ്രത്ത് എടുത്ത സമയത്ത് ഞാൻ സ്പീക്കിങ്ങിന് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്കങ്ങനെ എല്ലാ എക്സാമിലും ഞാനൊന്നും ജയിക്കാറൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ പഠിച്ച പോലെ തന്നെ എനിക്കൊരു എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് കിട്ടിയത്. എൻ്റെ എക്സാമിനേഴ്സിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് എക്സാം ഹാളിലേക്ക് കയറിപ്പോയത്. അവരാണെങ്കിലും എൻ്റെ നേരത്തെ എക്സാമിന് എഴുതിയ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നു അവർ ഭയങ്കര റൂഡാണ്, അവർ നമ്മളോട് ചിരിക്കത്തൊന്നുമില്ല. പക്ഷേ എനിക്ക് കിട്ടിയ എക്സാമിനേഴ്സ് ഭയങ്കര കൂളായിരുന്നു. അവർ ഞങ്ങളോട് നല്ല ചിരിച്ച് സംസാരിച്ചു, പേടിക്കണ്ട, നന്നായിട്ട് എഴുതാൻ, നന്നായിട്ട് പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കോൺഫിഡൻസ് ഒക്കെ തന്നു. അപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി. അത് കഴിഞ്ഞ് എക്സാം ഹാളിൽ കയറി എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തു. പറഞ്ഞു വന്നപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്കെത്തിയപ്പോൾ ഞാനൊന്ന് സ്റ്റക്കായി. പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാങ്ക് ആവലായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് നേരം മിണ്ടാതെ അങ്ങനെ ഇങ്ങിരുന്നു. അപ്പോൾ അവരെല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുക, ഈ കൊച്ചു പറയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് പെട്ടെന്നൊരു കോൺഫിഡൻസ്, നീ എന്തിനും ഇങ്ങനെ മിണ്ടായിരിക്കുന്നത്, നീ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ മാതാവാണ് എന്നോടത് പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെയാണ് മാതാവിനോട് പ്രാർത്ഥിച്ചത്, മാതാവിൻ്റെ മടിയിലിരുത്തി എനിക്ക് പറയാൻ പറ്റണം. ഞാനങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അത്രയും സ്റ്റക്കായിട്ടിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു കോൺഫിഡൻസ്, പെട്ടെന്ന് വായിലിങ്ങനെ സ്പീക്കിങ് എനിക്ക് കിട്ടാൻ തുടങ്ങി പോയിൻസൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എന്നാലും ഞാൻ ഇടയ്ക്ക് സ്റ്റക്കായതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. എന്നാലും അവസാനം എത്തിയപ്പോൾ എനിക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു ഡൗട്ടായി. എൻ്റെ കൂടെ ഇരുന്ന പാർട്ട്ണറിന് അവൾക്ക് നന്നായിട്ട് പറയാൻ പറ്റിയില്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിറങ്ങി. അത് കഴിഞ്ഞ് അടുത്തത് എനിക്ക് റൈറ്റിംഗ് ആയിരുന്നു. റൈറ്റിങ്ങിന് അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ പഠിച്ച ഒരു ടോപ്പിക്ക് തന്നെയാണ് എനിക്ക് വന്നതെങ്കിലും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് എൻ്റെ ഉള്ളിൽ ആരോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ എഴുതിയതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞേ, മാതാവ് എനിക്ക് സ്പീക്കിംഗ് ഒന്നുകൂടി എഴുതാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം അവരുടെ മുന്നിൽ ഒന്നുകൂടി പോയി ഇങ്ങനെ ഇരുന്ന് പിന്നെയും നമുക്ക് ടെൻഷനാവും. സ്പീക്കിംഗ് എനിക്ക് ഇപ്പം തന്നെ കിട്ടിയേ പറ്റുള്ളൂ എന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ മാതാവ് എനിക്ക് സ്പീക്കിംഗ് തന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ പെർഫോമൻസിന് എനിക്ക് സ്പീക്കിംഗ് കിട്ടേണ്ട ആളല്ല ഞാൻ. എനിക്ക് 62 മാർക്ക് തന്ന് മാതാവിനെ ജയിപ്പിച്ചു. 60 മാർക്ക് മതി ജയിക്കാൻ, എന്നാലും 2 മാർക്ക് കൂടുതലെന്ന് മാതാവിനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ഞാൻ സ്പീക്കിംഗ് കിട്ടി. അപ്പം തന്നെ ഞാൻ ഹാപ്പിയായി. കാരണം സ്പീക്കിംഗ് ഇനി ഒന്നുകൂടി എഴുതണ്ടല്ലോ. പക്ഷേ എനിക്ക് റൈറ്റിംഗ് 39 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോഴും എൻ്റെ ഉള്ളിൽ എൻ്റെ മാതാവ് പറയുകയാണ്, നീ ഇനി കുറച്ചുകൂടി പഠിക്കാനുണ്ട് റൈറ്റിങ്, നീ പഠിച്ചതൊക്കെ കുറേയൊക്കെ തെറ്റാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഒന്നുകൂടി ഇരുത്തി പഠിച്ചു. അങ്ങനെ കോച്ചിങ്ങിനൊക്കെ പോയി ഞാൻ ഒന്നുകൂടി പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, നിനക്കിത് എഴുതിയാൽ കിട്ടും എന്ന്. അങ്ങനെ അടുത്ത ഡേറ്റ് ഞാൻ ബാംഗ്ലൂർ തന്നെയാണ് എടുത്തത്. ബാംഗ്ലൂർ റൈറ്റിങ് ഗോയിത്തയിൽ പഠിക്കുന്നവർക്കൊക്കെ അറിയാം, ബാംഗ്ലൂർ റൈറ്റിങ്ങിന് ഒട്ടും പാസ് മാർക്ക് ഇല്ലാത്ത ഒരു സബ്ജക്റ്റാണ്. എല്ലാവരും എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തു, ബാംഗ്ലൂരിൽ എടുക്കല്ലേ എന്ന്. പക്ഷേ എനിക്ക് ഇത്ര ഉണ്ടായിരുന്നു, എനിക്ക് മാതാവുണ്ട്, മാതാവ് എനിക്ക് തരും, അത് തന്നെയായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. അങ്ങനെ എൻ്റെ ഫാമിലി എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ ഡേറ്റ് എടുത്തു, എഴുതിയത് എനിക്ക് ഇതുവരെ എഴുതിയതിൽ ഏറ്റവും എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് കിട്ടിയത്. എനിക്ക് പെട്ടെന്ന് തന്നെ അത് എഴുതി തീർക്കാൻ പറ്റി. ഒരുപാടൊന്നും ഞാൻ ആലോചിച്ചില്ല, ഞാൻ വേഗം എഴുതുന്നുണ്ടായിരുന്നു. പോയിൻറ്റ്സൊക്കെ ഇടയ്ക്ക് സ്റ്റക്കാവോ ഒന്നുമില്ല, ഞാൻ വേഗം എഴുതി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഉപ്പിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കൈ വെച്ച് അതിൻ്റെ മേളിൽ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്നൊരു ഫീലിംഗ്, എനിക്ക് സുഗന്ധാഭിഷേകവും അതുപോലെ എൻ്റെ കൈയുടെ മുകളിലൊരു തണുത്ത കാറ്റ് വീശുന്ന ഒരു ഫീലായിരുന്നു. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ അടുത്തുണ്ട് എന്നൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ആ ഒരു എക്സാം നന്നായിട്ട് തന്നെ കഴിഞ്ഞു. റിസൾട്ട് 4 ദിവസം കഴിഞ്ഞ് വന്നപ്പം എല്ലാവരും പറഞ്ഞു കിട്ടില്ല എന്ന്. പക്ഷേ എനിക്ക് ഉറപ്പിന് മാതാവ് ഉണ്ടായിരുന്നു, മാതാവ് എനിക്ക് തന്നു. 67 മാർക്ക് കൊണ്ട് ഞാൻ ജയിച്ചു. റൈറ്റിങ്ങിന് ബാംഗ്ലൂർ എഴുതിയാൽ എൻ്റെ അറിവിൽ ആർക്കും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും അതൊരു അത്ഭുതമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ മൊഡ്യൂളും റൈറ്റിംഗ് മാത്രമാണ് ഞാൻ എക്സ്ട്രാ എഴുതിയുള്ളൂ. ബാക്കി 3 സ്പീക്കിങ്, ലിസണിങ്, റീഡിങ് ഒറ്റ ചാൻസിൽ ഒറ്റ അറ്റംപ്റ്റിൽ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഒറ്റ അറ്റംപ്റ്റിൽ ഞാൻ ക്ലിയർ ചെയ്തു. റൈറ്റിംഗ് മാത്രം ഒന്നുകൂടി എഴുതിയുള്ളൂ. അങ്ങനെ എൻ്റെ എക്സാം കഴിഞ്ഞു. എക്സാം 4 പാസ്സായപ്പോൾ തന്നെ പകുതി സമാധാനമായി. അത് കഴിഞ്ഞാലുള്ള നമ്മുടെ എല്ലാവരുടെയും ആണ് പ്രോസസ്സിങ് നന്നായിട്ട് ചെയ്യും തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ. അത് ഞങ്ങൾ പോകുന്ന അവിടുത്തെ ഏജൻസിയിലേക്കുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അത് അത്യാവശ്യം നല്ല ടഫാണ്. അങ്ങനെ അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഈ പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ എന്താ പ്രിപ്പയർ ചെയ്ത് എന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. അവർ ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ ആണെങ്കിലും എനിക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു മൊത്തത്തിൽ അങ്ങ് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് മാതാവ് ഇങ്ങനെ പറയും, നീ ഇങ്ങനെ തോന്നിച്ചു തരിക. അങ്ങനെ എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ മൊത്തം നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റി. നല്ല ചിരിച്ച് കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് അവിടെ ഇരുന്നിട്ടാണ് പറഞ്ഞത്. അതെനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല, മാതാവ് തരുവാണെങ്കിൽ തരട്ടെ എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പം ഞാൻ അതിന് പാസ്സായി. അതിനുശേഷം എനിക്ക് കുറച്ച് മാസം കഴിഞ്ഞ് നവംബറിൽ എനിക്ക് ഓൾഡ് ഏജ് ഹോമിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഓൾഡ് ഏജ് ഹോമിൻ്റെ ഇൻ്റർവ്യൂ ഇതുപോലെ തന്നെ അത്രയും നാളത്തെ ഒരു ജർമ്മൻ സ്പീക്ക് ചെയ്യാത്തതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അതും എനിക്ക് നന്നായിട്ട് തന്നെ അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. എനിക്ക് അത്യാവശ്യം മനസ്സിലായി. അതും നന്നായിട്ട് പറയാൻ പറ്റി. അതും ഞാൻ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ എൻ്റെ സ്കൂൾ ഇൻ്റർവ്യൂ ആയിരുന്നു. സ്കൂൾ ഇൻ്റർവ്യൂവും ഇതുപോലെ തന്നെ എനിക്ക് ഒരുപാടൊന്നും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല. പക്ഷെ അവരായിരുന്നു ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവരിങ്ങോട്ട് പറയുന്നതൊക്കെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് ആയി എനിക്കിത് കിട്ടുമെന്ന്. അങ്ങനെ അതും എനിക്ക് ഒറ്റ അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റി. എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഇൻ്റർവ്യൂ മുഴുവൻ 3 ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്ക് ടോട്ടൽ ഉണ്ടായിരുന്നത്. അത് 3ഉം ഒറ്റ അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റി. എന്നെ സംബന്ധിച്ച് ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കത് പറ്റുന്ന കാര്യമല്ലായിരുന്നു ഇതുപോലെ ഒറ്റ അറ്റംപ്റ്റിൽ പാസ്സാവുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നത്. അതിനുശേഷം എൻ്റെ എനിക്ക് എൻ്റെ കൂടെയുള്ള എല്ലാവരിലും എനിക്ക് ആദ്യം തന്നെ വിസ വന്നതും ഇതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. വിസയൊക്കെ റിജക്റ്റ് ആവുന്ന ഒരുപാട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ വിസയൊന്നും റിജക്റ്റ് ആയില്ല. അതിൻ്റെ ഇൻ്റർവ്യൂവിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. എനിക്ക് വിസ കഴിഞ്ഞ ഫെബ്രുവരി 20 ഞാൻ മേടിച്ചു. എനിക്ക് വിസ വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണെങ്കിലും മിനിഞ്ഞാന്ന് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയില്ല. പക്ഷേ ഏജൻസിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചു. ഇതിനുപരിയായിട്ട് ഞാൻ പ്രാർത്ഥനയിൽ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഒരു ഭയങ്കര വിശ്വാസി അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ പള്ളിയിൽ പാട്ട് പാടുന്നുള്ളതിലപ്പുറത്തേക്ക് എനിക്ക് കുർബാനയിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നില്ല. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാനും കൊന്ത ചെല്ലാനും അതുപോലെ സ്തുതിച്ച് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ എനിക്ക് ഭാഷാവരം കിട്ടാനൊക്കെ തുടങ്ങി. അതൊക്കെ ഉടമ്പടിയുടെ
അനുഗ്രഹമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചു. ഞാൻ മാതാവിനോട് ഇത്രേ പറയുള്ളൂ, മാതാവേ നമ്മുടെ രണ്ടുപേരുടെയും പേര് സെയിമാണ്, അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇതൊക്കെ തന്നേ പറ്റുള്ളൂ. ഞാനിങ്ങനെ വാശി പിടിച്ച് പറയായിരുന്നു. അങ്ങനെ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിലും, അല്ലാതെ എൻ്റെ ഈ ഒരു ജർമ്മൻ ലേണിംഗ് ഫുൾ ജേർണിയിലും മാതാവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മാസം 30 ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. കാരുണ്യപ്രവർത്തികളായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള രോഗികൾ, അതുപോലെ എൻ്റെ റിലേറ്റീവ്സിന് ഒരുപാട് കിടപ്പ് രോഗികളുണ്ട്. അവരെയൊക്കെ ചെന്ന് ഞാൻ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യും. പിന്നെ വഴി കൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് പേരുടെ മുഖം കണ്ട മാതാവിനോട് പറയും, അവർക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, നീ കൊടുക്കാൻ. എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ അവർക്ക് കൊടുക്കും. അത് ഓരോന്ന് കൊടുത്തു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ദൈവം തന്നെ നമുക്ക് ഉള്ളിലൊരു ആത്മീയ സന്തോഷം നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ പണ്ടൊന്നും അത്ര ദാനധർമ്മം ചെയ്യുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. അത് മാതാവിനിൽ തോന്നിപ്പിക്കുന്നതാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രം ബസ് സ്റ്റാൻഡിലും ഞാൻ ബസ്സിൽ പോകുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്തിരിക്കുന്നവർക്കൊക്കെ ഞാൻ ചെന്ന് കൊടുക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. എൻ്റെ വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ ഞാൻ തൈലം പൂശി നാളെ കൊടുക്കാനുള്ളവർക്കൊക്കെ പ്രത്യേകം പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ആൻമരിയ എന്ന മകളുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് എൽത്താരയിൽ ഏറ്റുപറഞ്ഞത്. മകൾക്ക് ഓരോ മൊഡ്യൂളിനെ കുറിച്ചും ഓരോ സംഭവം തന്നെ ഒരു ചെങ്കടൽ കടന്ന ഒരു വലിയ അനുഭവം ഈ മകൾക്ക് പങ്കുവെക്കാനുണ്ട്. ഒട്ടും അപ്രതീക്ഷിതമായിരുന്ന ഓരോരോ അനുഭവങ്ങൾ ഈ മകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഓരോ മൊഡ്യൂളിലും ദൈവം തനിക്ക് റീടെസ്റ്റ് ഇല്ലാതെ മാർക്ക് കൂട്ടിക്കൊടുക്കുന്ന, എൻ്റെ മെറിറ്റിൽ ഇത്ര മാർക്കേ ഉണ്ടാവൂ, 40 മാർക്ക്, അത് 23 മാർക്ക് കൂട്ടിക്കൊടുത്തപ്പോഴാണ് പരിശുദ്ധ അമ്മേൻ്റെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് നമ്മുടെ രണ്ടുപേരുടെയും പേരൊന്നാണ്, അതുകൊണ്ട് നമ്മുടെ പേര് നാറ്റിക്കരുത് എന്നെല്ലാം പറയാനുള്ള ഒരു വലിയ ഇൻറ്റിമസി പരിശുദ്ധ അമ്മയോട് ഇന്ന് ആൻമരിയയ്ക്ക് വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകത്തിലൂടെയുള്ള സാമീപ്യം മകൾക്ക് ലഭിക്കുന്നതോറും, അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കാനും, തൻ്റെ ആത്മീയ ജീവിതത്തിലൂടെ ഈശോയെ കൂട്ടുപിടിച്ച് പരിശുദ്ധ അമ്മയോടുകൂടി നടക്കാനുള്ള ഒരു വലിയ പ്രാക്ടീസ്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ, ഒരു ഫോർമാലിറ്റിയൊക്കെ ഈ മകൾക്ക് പരിശുദ്ധ അമ്മ ഈ ജർമ്മൻ പഠിക്കുന്നതിലൂടെ മകൾക്ക് നൽകിയിരിക്കുകയാണ്. ഒരു നല്ല കൂട്ടുകാരിയാണ് ഈ മകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നമുക്ക് നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നല്ല വിശ്വാസ ജീവിതവും ആ വിശ്വാസ ജീവിതത്തിലൂടെ ഈശോയോടുള്ള വിശ്വസ്തതയും ആഴപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ, കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. നമ്മുടെ ഏതൊരു ജീവിതാവസ്ഥയിലായാലും നമ്മിൽ കുറ്റമില്ല, നമ്മൾ കളങ്കമില്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കുന്നതും, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നത് പോലെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അങ്ങനെ ദൈവത്തെ കാണുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഇന്ന് ആൻമരിയയ്ക്ക് കടന്നു വരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന ഇന്നത്തെ സുവിശേഷം പോലും അതുതന്നെയാണ്. ജന്മനാ അന്ധനായ മകനെ ഈശോ സുഖപ്പെടുത്തുമ്പോൾ, നീ സിലോഹ കുളത്തിൽ പോയി മുഖം കഴുകുക എന്ന് അവൻ പറയുന്നത് പോലെ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് കാഴ്ച ലഭിച്ചത്. സമറിയക്കാരി സ്ത്രീയോടും അത് തന്നെയാണ് പറയുന്നത്. ഇവർ രണ്ടുപേരും, നീ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെയാണ് ക്രിസ്തു എന്ന് ജന്മനാൽ അന്ധനായവനോടും സമറിയക്കാരിയോടും പറയുന്നുണ്ട്. നമ്മുടെ അന്വേഷണം സത്യമാണെങ്കിൽ ഈശോയെ നാം കണ്ടുമുട്ടിയിരിക്കും. പരിശുദ്ധ അമ്മ നമ്മുടെ വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. നാം OET പാസ്സാവുകയോ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയോ ജർമ്മനിയിലേക്ക് പോകുന്നതോ അല്ല നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഈശോയുടെ ആ നിത്യതയിലേക്ക് നാം എത്തിച്ചേരുക എന്നുള്ളതാണ്. ഈശോയെ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ നിത്യതയിലേക്കുള്ള നമ്മുടെ ചുവടുവയ്പ്പിൻ്റെ ആരംഭം തന്നെ. അതാണ് നമ്മുടെ ഉടമ്പടിയുടെ തുടക്കവും അവസാനവും. ആൻമരിയയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം
OET പാസ്സാവാത്ത ഒരുപാട് മക്കൾ, അതുപോലെ വിസ പ്രോസസ്സിങ് നടക്കാത്ത മക്കൾ, ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ജയിലിൽ കഴിയുന്നവർ, ഒട്ടും തന്നെ ഒരെത്തും പിടിയില്ലാത്ത വഴിവിട്ട ജീവിതങ്ങൾ, ഡ്രഗിനും മദ്യപാനത്തിലൊക്കെ അടിമപ്പെട്ട ഒരുപാട് മക്കൾ, ജീവിത പങ്കാളികൾ, എല്ലാവരെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും എത്ര വലുതായാലും ചെറുതായാലും പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ ഈശോയിലേക്ക് എത്തിക്കും. നമുക്ക് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യാം. അന്മരിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.